കുറുവ ആശങ്ക പൂർണ്ണമായി അകറ്റിയതാണ് നമ്മുടെ പോലീസ്. എങ്കിലും അവിടെയും ഇവിടെയും ഒക്കെ ചുറ്റിക്കറങ്ങുന്നുണ്ട് ചില കുറുവകൾ. ഇന്ന് പാലക്കാട് മേഴ്സി കോളേജിന് സമീപത്തുള്ള വീടിന്റെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ കേസിൽ ഒരു പെൺകുറുവ പിടിയിലായിട്ടുണ്ട്. ഓട്ടുപാത്രങ്ങളാണ് മോഷ്ടിച്ചത്. പകൽ പലയിടത്തും തമ്പടിച്ച ആളില്ലാ വീട്ടിൽ മോഷണം നടത്തുന്നതാണ് സംഘത്തിന്റെ രീതി. സംഘത്തിൽ കൂടുതൽ പേരുണ്ട്. അവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, കുറുവാ സംഘം പൂർണ്ണമായി പിൻവാങ്ങുന്നില്ല. മറ്റു കുറുവകളെ പോലെ തന്നെ അത്ര അപകടകാരികളായ സംഘം തന്നെയാണോ ഇപ്പോൾ പാലക്കാട് ചുറ്റിക്കറങ്ങുന്നത്? വിവരങ്ങൾ. സുഹേൽ, ഈ പെൺകുറുവ ആൺകുറുവകളെക്കാൾ വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വലിയ ശല്യമാണ്, അല്ലെങ്കിൽ അപകടകാരികളാണെന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ പാലക്കാട് നഗരത്തിലൂടെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള ആളുകളെ കാണാറുണ്ട്. അപ്പോൾ ചില സംശയങ്ങളൊക്കെ തോന്നാറുണ്ട്. ഇത് വീടിൻ്റെ പട്ടാപ്പകലാണ് ഈ മേഴ്സി കോളേജിൻ്റെ സമീപത്തുള്ള സുധാപ്രേം എന്ന ആ വീട്ടിൽ നിന്ന് എന്നയാളുടെ വീട്ടിൽ നിന്ന് പൂട്ടുപൊളിച്ചാണ് അകത്ത് കയറിയിരിക്കുന്നത്. അതിനുശേഷം വിലപിടിപ്പുള്ള പാത്രങ്ങളും സാധനങ്ങളും ഒക്കെയാണ് മോഷ്ടിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് ആ പ്രദേശത്ത് വന്ന് വിരലടയാളമൊക്കെ എടുത്തു. അതിനുശേഷമാണ് ഇങ്ങനെ അന്വേഷണം നടത്തിയത്. അപ്പോഴാണ് കൊല്ലങ്കോട് ചെമ്മണാന്തോട് കോളനി സ്വദേശിയായ ഈ പറയുന്ന ലക്ഷ്മി എന്ന 33 വയസ്സുകാരിയിലേക്ക് എത്തുന്നത്. അവരെ നിരന്തരം ചോദ്യം ചെയ്തു. അങ്ങനെ നിരന്തരം ചോദ്യം ചെയ്യലിൽ നിന്നാണ് 5 കേസുകളോളം എറണാകുളം ജില്ലയിൽ ഇവർക്ക് ഉണ്ട് എന്ന് സമ്മതിച്ചിരിക്കുന്നത്. ഇതും പ്രതി സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ നഗരത്തിലെ പല മേഖലകളിലും സമാനമായ രീതിയിൽ മോഷണം നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. തെളിയാത്ത കുറേ മോഷണ കേസുകളുണ്ട്. അതിലെന്തെങ്കിലും തരത്തിലുള്ള പങ്ക് ഈ പെൺകുറുവയ്ക്ക് ഉണ്ടോ എന്നാണ് പോലീസ് ഇതിനകം തന്നെ പരിശോധിക്കുന്നത്. എന്തായാലും പെൺകുറുവയാണ്. ആൺകുറുവകളുടെ ശല്യം ഒഴിഞ്ഞ സമയത്ത് ഇത് രാത്രിയിലാണ് ആൺകുറുവ സംഘം ഇറങ്ങി നോക്കി വെച്ച് ഒക്കെ മോഷ്ടിക്കുന്നതെങ്കിൽ പെൺകുറുവ പട്ടാപ്പകലാണ് ഇത്തരത്തിൽ മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകളോട് ജാഗ്രത എന്നല്ലാതെ മറ്റൊന്നും ഒരു ഘട്ടത്തിൽ പറയാനില്ല. സുഹേൽ, എന്തായാലും കേരളത്തിലെ കറക്കം കുറുവ സംഘങ്ങൾ നിർത്തുന്നില്ല. ശ്രീകുമാരനാണ് പാലക്കാട് എന്ന വാർത്ത വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.